18 വർഷമായി കടലിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന ഒരു മലയാളിയുണ്ട് ദുബായിൽ. കോഴിക്കോട് പാറക്കടവ്, നാദാപുരം പാറക്കടവ് സ്വദേശി മുഹമ്മദ്, കീഴോത്ത് മുഹമ്മദ്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ പാകിസ്ഥാൻ സ്വദേശി യൂസഫുമുണ്ട്. ഒരു ദിവസം മീൻ പിടിക്കാൻ പോയിട്ടില്ലെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണ് യൂസഫ്. നമ്മൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ മീൻ പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ പോവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഹമ്മദിനൊപ്പം. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? അജ്മാനിലാണോ സ്ഥിരം പോകാറ്? അജ്മാനിലാണ് നമുക്ക് കൂടുതലും മീൻ കിട്ടുന്ന സ്ഥലം. അതുകൊണ്ട് അവിടെ പോയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അജ്മാനിലെവിടെ? അൽസോറ. അതെ. അത് ഈ ഏത് തരത്തിലുള്ള മീൻ അവിടെ കിട്ടാൻ സാധ്യത കൂടുതൽ നിങ്ങൾ പോയിട്ടുള്ളത്? അവിടെ അയക്കൂറ എന്ന് പറഞ്ഞാൽ കിങ് ഫിഷ്, ബരാക്കുട, ഡയമണ്ട് റിവാലി, ഗോൾഡൻ റിവാലി, പിന്നെ ജഷ്, അറബികൾക്ക് ഇഷ്ടപ്പെട്ട ജഷ്, ഹമൂർ, ക്വീൻ ഫിഷ്. ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 4 മണിയായിരിക്കുന്നു. സാധാരണ ഈ സമയത്താണ്, പുലർച്ചെ 4 മണിക്കൊക്കെയാണോ പോവുക? അതെ അതെ, ഡ്യൂട്ടി കഴിഞ്ഞ് ഈ ടൈമിലാണ് നമ്മൾ പോവുക. അതെന്താ ഇത്ര നേരത്തെ പോകാൻ കാരണം? നേരത്തെ പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് ആൾ വരും. അപ്പം നല്ല സ്പോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ പോകുന്നത്. ഈ പറഞ്ഞതുപോലെ, മുഹമ്മദ് പറഞ്ഞതുപോലെ നമ്മൾ പോവുകയാണ്. നല്ല സമയം നോക്കി, നല്ല ലൊക്കേഷൻ നോക്കി, നന്നായിട്ട് മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മുടെ യാത്ര. സമയം ഏതാണ്ട് പുലർച്ചെ 5 മണിയായിരിക്കുന്നു. നമ്മൾ അജ്മാനിലെത്തിയിരിക്കുന്നു. ഇനി ആ കാണുന്ന ഏതാണ്ട് ഒരു 2 കിലോമീറ്ററോളം നമ്മൾ നടക്കണം മീൻ പിടിക്കുന്ന സ്ഥലത്തെത്താൻ വേണ്ടി. മുഹമ്മദ്, യൂസഫും എല്ലാം ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ അവസാനം മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ മീൻ പിടിക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. മുഹമ്മദ് അതിനുള്ള തയ്യാറെടുപ്പ്, യൂസഫ് അത് അവിടെ തയ്യാറെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇരയായിട്ട് ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ നാട്ടിൽ കാണുന്നത് പോലെയല്ല. സാധാരണ ചെമ്മീനോ അല്ലെങ്കിൽ ചെറിയ മീനുകളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. പക്ഷേ ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ് അല്ലേ? നല്ല വിലയുള്ള സംഭവങ്ങളാണത്. നല്ല വിലയുള്ള സാധനമാണ്. മീൻ, ചെറിയ മീൻ മൂവ് ചെയ്യുന്നത് പോലെ തന്നെയാണ് മൂവ് ചെയ്യുക. അതുകൊണ്ടാണ് വലിയ മീനുകൾ വന്ന് പിടിച്ച് കൊത്തുന്നത് എന്നാണ് പറയുന്നത്. നമുക്ക് ഏതായാലും തുടങ്ങാം അല്ലേ? നേരം ഇപ്പോൾ നന്നായി വെളുത്തു. എല്ലാവരും മീൻ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മുഹമ്മദും മുഹമ്മദിൻ്റെ കൂട്ടുകാരെല്ലാവരെയും നമുക്ക് കാണാം. ഇനി ആണ് ഏറ്റവും പ്രതീക്ഷയോടുകൂടി ഇവർ കാത്തിരിക്കുന്ന നിമിഷങ്ങളെന്ന് പറയുന്നത്. അല്പം മുൻപ് ആ കാണുന്ന സ്ഥലത്ത് മീൻ തുള്ളിച്ചാടുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തു. ഏതായാലും ആ മീൻ വരും, ചൂണ്ടയിൽ അത് കൊത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും. ഓരോ തവണയും ചൂണ്ടയെറിയുന്നത് കൂടുതൽ ദൂരത്തേക്കാണ്. വലിയ മീനിനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും വളരെ നിശബ്ദരായി വലിയ സന്തോഷത്തോടു കൂടി, പ്രതീക്ഷയോടുകൂടി മീൻ പിടിക്കുകയാണ്. മുഹമ്മദ് അടക്കമുള്ള മീൻപിടുത്തക്കാരുടെ പ്രിയപ്പെട്ട സ്ഥലമാണിത്, അജ്മാനിൽ. പുലർച്ചെ 5 മണി 5:30 എല്ലാവരും ഇവിടെ എത്തും. അതിനുശേഷം തയ്യാറെടുപ്പുകളെല്ലാം കഴിഞ്ഞ് നേരം വെളുക്കാൻ വേണ്ടി കാത്തിരിക്കും. 6 മണിയോടുകൂടി എല്ലാവരും ഇതേപോലെ നിരനിരയായി മീൻ പിടിക്കാൻ നിൽക്കുന്നു. ചില ആളുകൾക്ക് മീൻ കിട്ടുമ്പോൾ മറ്റുള്ളവർക്ക് ആവേശമാകും. വെള്ളത്തിൽ ചിലപ്പോൾ മീൻ തുള്ളിക്കളിക്കുന്നത് കാണും. അപ്പോൾ ആവേശം കൂടുതലാകും. ഏതായാലും അടുത്ത നിമിഷം തൻ്റെ ചൂണ്ടയിലായിരിക്കും മീൻ കൊത്തുക എന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോരുത്തരും ഇതുപോലെ ചൂണ്ടയിട്ട് കാത്തിരിക്കുന്നത്. മീൻപിടുത്തം പുരോഗമിക്കുമ്പോൾ മുഹമ്മദിനെ കുറിച്ച് കൂടി അറിയണം. നമ്മൾ നേരത്തെ മുഹമ്മദ് നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു 18 വർഷത്തോളമായി ഇതേപോലെ മീൻ പിടിക്കാൻ വരുന്നു എന്നുള്ളത്. മുഹമ്മദ് ദുബായിൽ ഒരു കഫറ്റീരിയൽ മാനേജറായിട്ട് ജോലി ചെയ്യുകയാണ്. അവിടെ ജോലി ചെയ്യുമ്പോൾ മുഹമ്മദിൻ്റെ ഒരു പ്രത്യേകത, ആ ജോലിയിൽ ഒരു തടസ്സവും വരുത്താതെ, മാനേജ്മെൻറ്റിനോ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവർക്കോ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരുത്താതെയാണ് മുഹമ്മദ് ഇങ്ങനെ മീൻ പിടിക്കാൻ എത്തുന്നത്. കാരണം മറ്റുള്ളവരെല്ലാവരും ഉറങ്ങുന്ന സമയത്ത് പുലർച്ചെ 3 മണിക്കോ 3:30 ഒക്കെ മുഹമ്മദ് ഉണരും. എന്നിട്ട് ഇതേപോലെ മീൻ പിടിക്കാൻ വരും. അതിനുശേഷം രാവിലെ മീൻപിടുത്തം കഴിഞ്ഞ് ചെന്ന് അല്പം ഒന്ന് മഴങ്ങും. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കഫറ്റീരിയയിൽ ജോലിക്ക് പോകും. ഇതാണ് മുഹമ്മദിൻ്റെ ഒരു പ്രത്യേകത. താങ്ക് യു.
നാദാപുരം പാറക്കടവ് സ്വദേശി മുഹമ്മദിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മുഹമ്മദിൻ്റെ പിതാവ് വർഷങ്ങൾക്ക് മുൻപ് ദുബായിലെത്തിയിട്ടുള്ള ആളാണ്. പണ്ട് ലോഞ്ചിൽ ദുബായിലെത്തിയിട്ടുള്ള പ്രവാസി മലയാളികളിൽ, ആദ്യകാല പ്രവാസി മലയാളികളിൽ ഒരാളാണ്. അദ്ദേഹം ഒരു കഫറ്റീരിയ തുടങ്ങി. ആ കഫറ്റീരിയയിലാണ് കുറേ ജോലി അന്വേഷിച്ച് വന്നിരുന്ന മലയാളികളൊക്കെ ആദ്യം തങ്ങിയിരുന്നത്. അതിൻ്റെ ഒരു സൗഹൃദ വലയമുള്ള ഒരാൾ കൂടിയാണ് മുഹമ്മദ്. ഇത്രയും സമയം ഈ മീൻപിടുത്തം കാണുമ്പോൾ ഒരു പ്രത്യേകത മനസ്സിലാകുന്നത്, ഒരേ ഇരയെ ഇവർ കൂടുതൽ സമയം പരീക്ഷിക്കുന്നില്ല. പല നിറത്തിലുള്ള ഇരകളെ മാറി മാറി ഇടയ്ക്ക് പരീക്ഷിക്കും. മറ്റൊന്ന്, ഒരു സ്ഥലത്ത് നിന്ന് ചൂണ്ടയെറിഞ്ഞ് കുറേ സമയം അവിടെ നിന്നും ഒന്നും കിട്ടാതെ വരുമ്പോൾ അടുത്ത സ്ഥലത്ത് പോയി പരീക്ഷിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ കുറേ സമയമായിട്ട് നമ്മൾ മീൻ പിടിക്കുന്നത് കാണുമായിരുന്നു. പലരും പല രീതിയാണല്ലേ മീൻ പിടിക്കാൻ? അതെ അതെ, പല രൂപത്തിലുള്ള ഐറ്റംസുകളാണ് പലരും യൂസ് ചെയ്യുന്നത്. അതിൽ ജിഗ് എന്ന് പറയുന്ന സാധനമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതിങ്ങനെ നമ്മുടെ ആക്ഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത് അതുപോലെ ആയിരിക്കും മീനിൻ്റെ അറ്റാക്ക്. മാത്രമല്ല, ചില ആളുകൾ കുറച്ച് സമയം അങ്ങനെ ഹോൾഡ് ചെയ്യുന്നു, ചിലപ്പോൾ അത് ചൂണ്ടയെന്ന് ഇളക്കുന്നു, അങ്ങനെ പല വിധത്തിൽ കാണുന്നുണ്ട്. അത് ഇതിൻ്റെ ആക്ഷൻ കൊടുക്കുന്നതാണ്. ഓരോ ഐറ്റംസിൻ്റെതും ആക്ഷനാണ്, ഓരോ ടെക്നിക്ക് ഉണ്ട്. അതെ അതെ, നമ്മൾ കൊടുക്കുന്ന ആക്ഷൻ്റെ രൂപത്തിലായിരിക്കും മീനിൻ്റെ അറ്റാക്ക് വരുന്നത്. നിങ്ങൾ തമ്മിൽ മീൻ പിടിക്കാൻ എത്തുന്ന ആളുകൾ തമ്മിൽ ഭയങ്കര ഒരു കൂട്ടായ്മ, ഭയങ്കര ഒരു സ്നേഹം, സൗഹൃദമൊക്കെ ഉണ്ട്. അതെ, അതാണ് ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് പരിചയമുള്ള ആൾക്കാരുണ്ടാകും. പല നാട്ടുകാർ, പല രാജ്യക്കാർ. അതിൽ ഇവിടെ ഇപ്പോൾ തന്നെ പാകിസ്ഥാനിയുണ്ട്, ബംഗ്ലാദേശുണ്ട്, ഫിലിപ്പീൻസുണ്ട്. അതുപോലെ എല്ലാ രാജ്യക്കാരും, എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും ഇതിന് വരുത്തുന്നുണ്ട് ഇവിടെ. ഈ മീൻ കിട്ടുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതേപോലെ കാണുക, സംസാരിക്കുക, സൗഹൃദം പങ്കിടുക, അത് കാലങ്ങളോളം നിലനിൽക്കുക, അങ്ങനെ ഒരു ഇഷ്ടവും കൂടെ ഉണ്ട്. ഉറപ്പായിട്ടും ഒരുപാട് സൗഹൃദം, ഇതിൻ്റെ ഈ മീൻപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പുതിയ പുതിയ സൗഹൃദങ്ങൾ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. മുഹമ്മദിൻ്റെ വീട്ടുകാരെ കുറിച്ച് എന്താണ്? വീട്ടുകാർ, ഉപ്പ മരിച്ചുപോയി, ഉമ്മ ഉണ്ട്, പിന്നെ 3 ജ്യേഷ്ഠന്മാർ, 2 പെങ്ങന്മാർ, പിന്നെ വൈഫ് നസീല, വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്, അധിക ദൂരമൊന്നുമില്ല. 2 മക്കളുണ്ട്. മൂത്തത് ആൺകുട്ടി മഹദി മുഹമ്മദ്, ഇളയത് പെൺകുട്ടി നൈസ മഹദിയ. ഈ മീൻ പിടിക്കാൻ ഇങ്ങനെ അതിരാവിലെ എണീറ്റ് പോകുമ്പോൾ, പുലർച്ചയ്ക്ക് എണീറ്റ് പോകുമ്പോൾ ഭാര്യ പറയും അത് വട്ടാണോ നോക്കുക? ആദ്യമൊക്കെ പറയുമായിരുന്നു. പിന്നെ വലിയ വലിയ മീനൊക്കെ കണ്ട് നടപ്പായപ്പോൾ അവർക്കും ഒരു ആവേശമാണ്. കുട്ടികൾക്കും ഭയങ്കര താല്പര്യമാണ് മീനിനെ പിടിച്ചു കൊണ്ടുവന്നാൽ. മീനെ പിടിക്കാൻ പോരാനും താല്പര്യമാണ് കുട്ടികൾക്ക്. ഓക്കെ നടക്കട്ടെ.